ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളും കൂടിയാണ്. ആ ഞാൻ ദൈവത്തെ നേരിട്ട് പടച്ചോനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് US ട്രിപ്പ് പോവാ. എനിക്ക് അവിടെ പരിചയക്കാരില്ല, ബന്ധുക്കളില്ല. എടാ നീ അവിടെ പോകുമ്പോൾ ഇന്ന ആളെ വിളിക്കണമെന്ന് പറഞ്ഞൊരു ഫോൺ നമ്പറുമായിട്ട് പോകാൻ ഒരു ഫോൺ നമ്പർ പോലും ഇല്ലാതെയാണ് ഞാൻ ആദ്യമായിട്ട് 2006 അമേരിക്കയിലേക്ക് പോകുന്നു. 2006 സമ്മർ ഇൻ USA എന്ന് പറയുന്ന ഒരു പരിപാടി. ഫ്രാങ്കോ ഉണ്ട്. നമ്മുടെ ഫ്രാങ്കോയുടെ ചെമ്പകമേയൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്ത്, സുന്ദരി വാക്ക ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് നമ്മൾ US സമ്മർ ഇൻ ബത്ലഹേം ഹിറ്റായ സമയത്ത് ഇട്ട ടൈറ്റിലാണത്. അല്ലല്ല, സമ്മർ ഇൻ US ഷോ വരുന്നത് സമ്മർ ടൈമിലാണ്. അപ്പൊ സമ്മർ ഇൻ USA ഞാൻ ചോദിക്കാൻ കാരണം പണ്ടത്തെ വിദേശ പ്രോഗ്രാമുകൾക്കൊക്കെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ അത് ആ സമയത്ത് വന്നിട്ടുള്ള സിനിമകളുമായിട്ട്. അപ്പൊ അല്ല, സമ്മർ ഇൻ USA എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും സമ്മറിൽ പ്രോഗ്രാം ആയതുകൊണ്ട് സമ്മർ ഇൻ ബത്ലഹേം എന്നൊന്നും ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അതറിയില്ല. അത് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അന്ന് ഷോയ്ക്ക് പോകുന്ന സമയത്ത് പിന്നെ ഷാജോൺ കലാഭവനുണ്ട്, പ്രചോദേട്ടനുണ്ട്, ഷാലുമേനുണ്ട്, പിന്നെ ഫ്രാങ്കോ ഉണ്ട്. അങ്ങനെ കുറേ ഡാൻസേഴ്സ് ഉണ്ട്. ഞാൻ മജീഷ്യനായിട്ടാണ് അന്ന് പോകുന്നത്. മജീഷ്യനും ജസ്റ്റ് അവതാരകനും ഒക്കെ ആയിട്ട്. അവതാരകനായിട്ട് ശരിക്കും ഷാജോൻ ചേട്ടനൊക്കെയാണ് കൂടുതലും. ഷാജോൻ ചേട്ടനും പ്രചോദേട്ടനും ഒക്കെ അവതരിപ്പിക്കാനായിട്ട് വരികയും ഞാൻ ഇടയ്ക്ക് കയറുകയും ചെയ്യും. പക്ഷേ ഗ്യാപ്പ് ഫില്ലർ മുഴുവൻ ഞാൻ, കാരണം എനിക്ക് കുറേ മാജിക്കുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ ഗ്യാപ്പിലും ഇവരുടെ ഡാൻസ് കഴിഞ്ഞാൽ ഞാൻ മാജിക്കിൽ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയം എനിക്ക് ന്യൂയോർക്കിൽ എന്ന് വെച്ചാൽ ഒരു 6-7 ഷോയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് കുറേ സ്ഥലങ്ങളിൽ, ഒരു 10-20 സ്ഥലങ്ങളിൽ പ്രോഗ്രാം ഉണ്ട്. ഒരു 1.5 മാസത്തെ ട്രിപ്പായത്. എനിക്ക് അതിൻ്റെ ഒരു പകുതി ഈ ഷോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചിക്കൻ പോക്സ് അടിച്ചിട്ട് അതിഭീകരമായ ചിക്കൻ പോക്സ്. ഞാനില്ലെങ്കിൽ ഈ ഷോ പ്രോപ്പറായിട്ട് നടക്കില്ല, കാരണം ഞാനാണ് ഗ്യാപ്പ് ഫില്ലർ. അങ്ങനെ ആദ്യമൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചിക്കൻ ബോക്സിന്റെ കുരുവിന്റെ മുകളിലൂടെയൊക്കെ മേക്കപ്പ് ചെയ്യും. ഇത് വന്നു തുടങ്ങി, കുരുവൊക്കെ വരാൻ തുടങ്ങി. അപ്പം പനിയുണ്ട്, നടുവേദന ഉണ്ട്, എന്നാലും നമുക്ക് സ്റ്റേജിൽ പെർഫോമൻസ് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യം ചെന്നൈയിൽ ഷോ ചെയ്യുമ്പോഴത്തേക്ക് കഴുത്ത് ഇരിക്കാൻ വയ്യ. അപ്പം ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയി. അന്ന് രമേശ് നമ്പ്യാരാണ് നമ്മുടെ ഷോയുമായിട്ട്. അപ്പം ചെന്നൈയിൽ തമിഴിൽ ഷോ ചെയ്യാനായിട്ട് പോവാം. തമിഴ് ഭാഷയും പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പം തമിഴ് ഭാഷയുടെ ടെൻഷനുണ്ട്. ആദ്യമായിട്ട് തമിഴിൽ ഷോ ചെയ്യാൻ പോകുന്ന തമിഴ്നാട്ടിൽ എനിക്ക് ഒരാൾക്കും എന്നെ അറിഞ്ഞൂടാ. ഈ വരുന്ന ആൾക്കാർ റാൻഡം ക്രൗഡാണ്. ഇവർ ഒരു ഗ്രൂപ്പിൻ്റെ ആൾക്കാരുമല്ല. എല്ലാ ടെൻഷൻ്റെ ഇടയും കൂടെ കഴുത്ത് തിരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. രമേശ് നമ്പ്യാർ എന്നെ കൊണ്ടൊരു വലിയ ഡോക്ടറെ അടുത്ത് പോയിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഉറക്കം വരാത്ത പെയിൻ കില്ലറൊക്കെ വാങ്ങിച്ചു വെച്ച് ഷോയുടെ ചൂട് അങ്ങോട്ട് കയറിയിട്ട് പെയിൻ കില്ലർ കഴിക്കാൻ ഞാൻ മറന്നു. എനിക്ക് കഴുത്തും തിരിക്കാൻ ഒരു പ്രശ്നമില്ല. സ്റ്റേജിൽ കയറി 2.5 മണിക്കൂർ തമിഴ് പറയാൻ പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ലാസ്റ്റ് അവസാനത്തെ മാജിക്കും കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് എനിക്ക് കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു തോന്നൽ. പിന്നെ ഞാൻ പെടലിയായിട്ട് മാറി. പ്രശ്നമുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റേജിൽ അറിയില്ല. സത്യം.